നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു മണിക്കൂറിലേക്ക്, പ്രധാനമായ ഒരു വാർത്തയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു വാർത്ത, അത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമോ എന്ന വാർത്തയിലേക്ക് നമ്മൾ ഉറ്റുനോക്കിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി തള്ളി. ഇനി എന്താണ് അടുത്ത നീക്കം? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ജാമ്യമില്ല എന്ന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അടുത്ത നീക്കം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്കാണ് രാഹുലിന്റെ അഭിഭാഷകർ അടുത്ത നീക്കം നടത്താൻ പോകുന്നത്. രാഹുൽ MLA നിലവിൽ ജാമ്യം തള്ളിയ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും മാവേലിക്കര സബ് ജയിലിൽ തുടരേണ്ടി വരും. മാത്രമല്ല, ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി രാഹുലിന്റെ അഭിഭാഷകർ സമീപിക്കും എന്ന വിവരമാണ് ആദ്യം പുറത്തു വന്നത്. പക്ഷെ പിന്നീട് അത് തിങ്കളാഴ്ചയായിരിക്കാം ചിലപ്പോൾ അത്തരത്തിൽ ജാമ്യാപേക്ഷയ്ക്ക് സമീപിക്കുന്നത് എന്നതടക്കമുള്ള ഒരു ഏറ്റവും പുതിയ വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് രാഹുലിന്റെ അഭിഭാഷകർ. ഇന്ന് തന്നെ രാഹുലിന്റെ അഭിഭാഷകർ പത്തനംതിട്ട സെഷൻസ് കോടതിയിലേക്ക് നീങ്ങുമെന്നായിരുന്നു വിവരമുണ്ടായിരുന്നത്. പക്ഷെ അത് തിങ്കളാഴ്ചയാകാനാണ് സാധ്യത. എന്തായാലും പത്തനംതിട്ട സെഷൻസ് കോടതിയിലേക്ക് രാഹുലിന്റെ ജാമ്യാപേക്ഷയ്ക്ക് അല്ലെങ്കിൽ രാഹുലിന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ശക്തമാകും. തിങ്കളാഴ്ച ഉറപ്പായി രാഹുലിന്റെ അഭിഭാഷകർ പത്തനംതിട്ട സെഷൻസ് കോടതിയിലേക്ക് നീങ്ങും. അത്തരത്തിലുള്ള നീക്കം അവരുടെ ഭാഗത്തു നിന്ന് ഉറപ്പായിട്ടും ഉണ്ടാകും. അവിടെ നിന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സെഷൻസ് കോടതി എന്നത് ഒരു ജില്ലയിലെ പരമോന്നത ക്രിമിനൽ കോടതിയും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുന്നതിനുള്ള ആദ്യ കോടതിയുമാണ്. അതായത് 7 വർഷത്തിൽ കൂടുതൽ തടവ്, ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ കിട്ടുന്ന കുറ്റങ്ങൾ വിചാരണ ചെയ്യാനുള്ള അധികാരം സെഷൻസ് കോടതിക്കുണ്ട്. എന്തായാലും പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി തള്ളിയെങ്കിലും പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഇനി രാഹുലിനടുത്തുള്ളത്. എന്തായാലും ഇന്ന് അത്തരത്തിലൊരു നീക്കം, അഥവാ ഇനി ജാമ്യ ഹർജി അവിടെ സമർപ്പിച്ചാൽ പോലും അതിൽ ഇനി വാദം കേൾക്കുക, ആ കാര്യങ്ങളൊക്കെയുണ്ട്, തെളിവ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇന്നും അതുപോലെ തന്നെ നാളെയും ഒക്കെ മാവേലിക്കര സബ് ജയിലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരേണ്ടി വരുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ മൂന്നാമത്തെ പരാതിക്കാരി, കാനഡക്കാരി ഉടൻ നാട്ടിലേക്ക് എത്തുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ കൂടുതൽ പരാതികൾ, അതായത് രാഹുലിനെതിരെ ഇനിയും പരാതിക്കാരുണ്ട് എന്ന സൂചനകൾ പലപ്പോഴായി പോലീസ് നമുക്ക് നൽകിയതാണ്. അങ്ങനെയെങ്കിൽ ഇതിനിടയിൽ കൂടുതൽ പരാതികൾ രാഹുലിനെതിരെ വന്നാൽ വലിയ രീതിയിൽ തിരിച്ചടി രാഹുലിനുണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. അതീവ ഗുരുതരമായ വകുപ്പുകളായിരുന്നു രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ജാമ്യം കിട്ടുക എന്നത് വലിയ പ്രയാസകരം തന്നെയായിരുന്നു. എന്നാൽ പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ ജാമ്യം തള്ളിയിരിക്കുന്നത്. ഇനി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് രാഹുൽ എത്തുമ്പോൾ അവിടെ നിന്ന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. കിട്ടുമെന്ന പ്രതീക്ഷയോടെ രാഹുലും ആയിരിക്കുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിക്കൊണ്ട് ഉത്തരവായിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് തിരുവല്ല മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് വിധി പ്രഖ്യാപിച്ചത്. എന്തായാലും മാവേലിക്കര സബ് ജയിലിൽ ഇനി പ്രതി തുടരും. ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്ന വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. അതെന്തായാലും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. അത് സമർത്ഥിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചു. രാഹുൽ പുറത്തിറങ്ങിയാൽ തീർച്ചയായിട്ടും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പരാതിക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു ജീവൻ ഭീഷണിയുണ്ട്. മാത്രമല്ല, രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ്. ഇപ്പോൾ 1-2 പരാതിയല്ല, നിലവിൽ 3 പരാതി വന്നിരിക്കുന്നു. ഇനി പരാതി തരാത്ത ഒരുപാട് പേരുണ്ട്. ഇനി പരാതിക്കാർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം രാഹുൽ ഇത്തരത്തിൽ അമ്മാനമാടി എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. സ്ഥിരം ഒരു കുറ്റവാളി എന്ന് കോടതിയിൽ സമർത്ഥിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു എന്നതും ഇവിടെ വളരെയധികം പ്രധാനമായി മാറുകയാണ്. 2 മണിക്കൂർ നീണ്ട ശക്തമായ വാദപ്രതിവാദങ്ങളാണ് പ്രോസിക്യൂഷൻ പ്രതിഭാഗവും ഇന്നലെ നടത്തിയത്. 3ാം കേസിൽ അതിജീവിതരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ നടപടികൾ പുരോഗമിക്കുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. MLAക്കെതിരെ നിരന്തരം പരാതികളാണെന്നും ജാമ്യം നൽകരുതെന്നും SIT ശക്തമായി വാദിച്ചു. പരാതിക്കാരുടെ ചാറ്റ് വിവരങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. എല്ലാം പരസ്പര സമ്മതത്തോടെ എന്ന് വാദിച്ച പ്രതിഭാഗം ചട്ടവിരുദ്ധമായാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടി. എന്തായാലും ശക്തമായ വാദപ്രതിവാദം കഴിഞ്ഞ ദിവസം അരങ്ങേറുകയുണ്ടായി. എന്തായാലും ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങളൊക്കെ കോടതി അംഗീകരിച്ചുകൊണ്ട് സ്ഥിരം കുറ്റവാളിയാണ്, പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാനും പരാതിക്കാരികൾക്ക് ഭീഷണിയാവാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുലിന്റെ ജാമ്യം കോടതി തള്ളിയിരിക്കുകയാണ്. ഇവിടെ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിലേക്ക് ഉറ്റുനോക്കുകയാണ് രാഹുൽ. തീർച്ചയായിട്ടും അവിടെ നിന്ന് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് ആയിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഈ ഒരു കോടതിയിൽ നിന്നും രാഹുലിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റിൽ അന്വേഷണ സംഘത്തിനെതിരെ
രാഹുലിനെതിരെ വിമർശനവുമായി മുൻ DGP TP സെൻകുമാർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ചില പോയിന്റുകൾ നിരത്തിയായിരുന്നു TP സെൻകുമാറിന്റെ വിമർശനം. രാഹുലിന്റെ അറസ്റ്റുമായി നടപടിക്രമങ്ങളിലെ വീഴ്ച ഫേസ്ബുക്കിൽ എഴുതിയാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അതിജീവിതയുടെ വൈദ്യ പരിശോധന നടത്താതെയുള്ള അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നതടക്കമുള്ള വീഴ്ചകൾ TP സെൻകുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. രാഹുൽ സൈക്കിക് കോഴിയാണെന്നും സെൻകുമാറിന്റെ പരിഹാസം. പോലീസ് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്നും രാഹുൽ രക്ഷപ്പെടുമെന്നുമാണ് സെൻകുമാർ കുറിച്ചത്. അങ്ങനെയെങ്കിൽ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായി. രാഹുലിന് രക്ഷപ്പെടാനുള്ള ഒരു വകുപ്പുകൾ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ലൂപ്പ് ഹോളുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് കൂടി നമുക്കൊന്ന് നോക്കാം. കോഴിയും പോലീസും ക്രിമിനൽ നിയമങ്ങളും എന്ന് പറഞ്ഞുകൊണ്ടാണ് TP സെൻകുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഒരു സൈക്കിക് കോഴിയെ പോലീസ് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ അത് താഴെ പറയുന്നവയാണ്. പോലീസിനും കോടതിക്കും ബലാത്സംഗ പരാതിയിലെ ബാലപാഠങ്ങൾ അറിയേണ്ടേ? ഒരു ബലാത്സംഗ പരാതി കാനഡയിൽ നിന്നും ഇമെയിലായി പരാതിക്കാരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് BNS വകുപ്പ് 173(1)(2) ലഭിച്ചിട്ടുണ്ടോ? അപ്രകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ 3-ാം ദിനം പരാതിക്കാരിയെ വിളിച്ച് വരുത്തുന്നതിന് പോലീസ് ഓഫീസർ റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടോ? റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ പരാതിക്കാരി സ്റ്റേഷനിൽ വന്ന് ഇമെയിൽ ഒപ്പിട്ട് നൽകിയോ? അങ്ങനെ നൽകിയാൽ മാത്രമല്ലേ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ. ഇനി പോട്ടെ, നിയമവിരുദ്ധമായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ പോലും പരാതിക്കാരിയെ BNSS വകുപ്പ് 184(1) പ്രകാരം കേസെടുത്ത തീയതി മുതൽ 24 മണിക്കൂറിനകം അതിജീവിതയെ വൈദ്യ പരിശോധന നടത്തിയോ? പോട്ടെ, അങ്ങനെ വൈദ്യ പരിശോധന പോലും നടത്താതെ എങ്ങനെയാണ് വകുപ്പ് 35(1)(b) പ്രകാരം പരാതി വിശ്വാസയോഗ്യം ആകുന്നത്? എങ്ങനെയാണ് വകുപ്പ് 47(1) പ്രകാരം അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കാൻ കഴിയുക? എങ്ങനെയാണ് 187(1) പ്രകാരം കോടതിക്ക് റിമാൻഡ് ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് മുഖ്യമന്ത്രിയോട് പരാതിക്കാരി നടത്തുന്ന പരിദേവനം ക്രിമിനൽ നടപടിയാവുക? ഈ ക്രിമിനൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കോഴി രക്ഷപ്പെട്ടു പോകും, അത് പോലീസ് അറിയുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള വിമർശനം. മാത്രമല്ല, രാഹുലിന്റെ അറസ്റ്റ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു അറസ്റ്റ് ആവശ്യമുണ്ടായിരുന്നു. അതായത് വലിയ രീതിയിലുള്ള നാടകീയമായിട്ടുള്ള അറസ്റ്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത്രയും നാടകീയത രാഹുലിന്റെ അറസ്റ്റിന് ആവശ്യമുണ്ടായിരുന്നു എന്ന ചോദ്യങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. നിലവിൽ 2 കേസുകളിൽ നിയമപരിരക്ഷയുള്ള ജനപ്രതിനിധിയെ അർദ്ധരാത്രി ഹോട്ടൽ മുറി വളഞ്ഞ് കസ്റ്റഡിയിലെടുത്തത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണമൊക്കെ ഒരു ഘട്ടത്തിൽ ശക്തമായിരുന്നു. ഹോട്ടലിൽ ജീവനക്കാരെ ഫോണുകൾ പിടിച്ചുവെച്ചു. വാർത്ത പുറത്താകാതെ നോക്കി. പോലീസ് നടത്തിയ നീക്കങ്ങൾ ഒരു ക്രിമിനലിനെ പിടികൂടുന്നത് പോലെയായിരുന്നു. അപ്പോൾ ഇതിനകം 2 കേസുകൾ കോടതിയെ സമീപിച്ചിട്ടുള്ള രാഹുൽ ഒളിവിൽ പോകാൻ സാധ്യതയില്ലെന്നിരിക്കെ പുലർച്ചെ നടത്തിയ നാടകീയ അറസ്റ്റിനെ രാഹുലിന്റെ രാഷ്ട്രീയ എതിരാളികളെ തൃപ്തിപ്പെടുത്താനെന്ന വിമർശനം പ്രതിപക്ഷം ശക്തമാക്കിയിരുന്നു. എന്നാൽ നിർബന്ധിത ഗർഭചിത്രവും സാമ്പത്തിക ചൂഷണവും ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പുതിയ പരാതിയിലുള്ളത്. ചാറ്റ് വിവരങ്ങളും DNA തെളിവുകളും ശേഖരിച്ച പോലീസ് രാഹുൽ വാദിക്കുന്ന ഉഭയസമ്മതവാദം പൊളിക്കാനുള്ള ഒരുക്കത്തിലാണ്. കുഞ്ഞ് വേണമെന്ന് നിർബന്ധിക്കുകയും പിന്നീട് ഗർഭചിത്രത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു എന്നത് കേസിനെ സങ്കീർണമാക്കുന്നു. ഹൈക്കോടതിയിലും വിചാരണ കോടതിയിലും മറ്റ് കേസുകൾ നിലനിൽക്കെ പോലീസ് കാണിച്ച ഈ അമിതവേഗം രാഷ്ട്രീയ ആയുധമാണോ അതോ നീതി നടപ്പാക്കലോ എന്നത് കോടതിയിൽ തെളിയും എന്നതടക്കമുള്ള വാദങ്ങൾ. എന്തായാലും കോടതി ഇപ്പോൾ ജാമ്യം തള്ളിയിരിക്കുകയാണ്. രാഹുലിന് ജാമ്യമില്ല. മാവേലിക്കര സബ് ജയിലിൽ രാഹുൽ തുടരേണ്ടി വരും. അടുത്ത നീക്കം സെഷൻസ് കോടതിയിലേക്കാണ്. അവിടെയും ജാമ്യം തള്ളുകയാണെങ്കിൽ അടുത്ത് ഹൈക്കോടതിയെ സമീപിക്കുമായിരിക്കും. എന്തായാലും രാഹുലിന്റെ അഭിഭാഷകർ നിർണായകമായ നീക്കത്തിന് ഒരുങ്ങുകയാണ്. വേഗത്തിൽ തന്നെ അടുത്ത കോടതിയെ സമീപിച്ച് രാഹുലിന് ജാമ്യം വാങ്ങാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഈ ഒരു രാഹുലിന്റെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.